ഹായ് എല്ലാവർക്കും സിയക്കൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലീഗൽ മെട്രോളജിയുടെ PYQ ഡിസ്കഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം എക്സാം സെപ്റ്റംബർ 5-നാണ്. അതായത് നമുക്കിനി അറൌണ്ട് 20 ഡേയ്സ് മാത്രമേ ഉള്ളൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആൻഡ് എക്സാമിന് കെമിസ്ട്രി പോർഷൻസിന് പുറമെ തന്നെ ഫിസിക്സ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, അതുപോലെ ഇലക്ട്രോണിക് മെഷറിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിൽ കെമിസ്ട്രിക്ക് 30 മാർക്സ് ആൻഡ് ഫിസിക്സിന് 30 മാർക്സ്, മാത്സ് 20 and computer 10 and electric measuring system 10. So total 100 മാർക്കായിരിക്കും എക്സാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇതിന് മുന്നേ ലീഗൽ മെട്രോളജി എക്സാം നടന്ന 2023-ലെ കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ എക്സാമിൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക് മെഷറിംഗ് സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇതെല്ലാം 1 to 10 അതാണ്. ആൻഡ് നമുക്ക് കെമിസ്ട്രി എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 30 മുതലാണ്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു പോകും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് Q raises the temperature of 1 gram of material A by 3 degrees Celsius and 1 gram of material B by 4 degrees Celsius. Which material has the greater specific heat capacity? Okay, സോ ഫസ്റ്റ് നമുക്ക് എന്തറിയണം, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് അറിയണം. എന്നാലേ ഏത് മെറ്റീരിയലിനാണ് ഇത് കൂടുതൽ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെ. സോ എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? അതായത് 1 gram മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ റിക്വയർഡ് ടു ഇൻക്രീസ് 1 gram ഓഫ് മെറ്റീരിയൽ ബൈ 1 degree Celsius. സോ 1 gram ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിന്റെ ടെമ്പറേച്ചർ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, സോ ഇവിടെ Q എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തപ്പോൾ 1 gram മെറ്റീരിയൽ ഓഫ് A 3 degree Celsius ഇൻക്രീസ് ചെയ്തു ആൻഡ് മെറ്റീരിയൽ B 4 degree Celsius ഇൻക്രീസ് ചെയ്തു. സോ A 3 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ടെമ്പറേച്ചർ ഹീറ്റ് Q, അതുപോലെ B 4 degree Celsius ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത എമൗണ്ട് ഓഫ് ഹീറ്റ് Q. സോ നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram ഓഫ് മെറ്റീരിയൽ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ അല്ലേ. സോ 1 gram ആണ് ബോത്ത് A ആൻഡ് B എടുത്തത്, ബട്ട് Q എമൗണ്ട് ഓഫ് കൊടുത്തപ്പോൾ 3 degree Celsius ഇൻക്രീസ് ചെയ്തു. സോ 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് വേണ്ടി വരും? നമുക്ക് കാണാം 1 degree Celsius എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻക്രീസ് ചെയ്യാൻ, 1 degree Celsius ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് 3 degree Celsiusന് Q ആണെങ്കിൽ 1 ഡിഗ്രിക്ക് ഇറ്റ് വിൽ ബി Q by 3 അല്ലേ. സോ ഇറ്റ് വിൽ ബി Q by 3. ഇനി ബിയിൽ 4 degree Celsius ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് Q എമൗണ്ട് ഓഫ് ഹീറ്റ്. സോ ഇവിടെ 1 degree Celsius എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ Q by 4. ഇതെങ്ങനെ Q by 4 കിട്ടിയത്? 4 degree Celsiusന് Q ആണെങ്കിൽ 1 degree Celsiusന് Q by 4. സോ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എയും ബിയും കിട്ടി. എന്റേത് Q by 3, ബിൻ്റെത് Q by 4. ഇതിൽ ഏതാണ് ബിഗർ എമൗണ്ട്? Q by 3 എന്ന് പറഞ്ഞാൽ Q എമൗണ്ട് നമ്മൾ 3 പാർട്സ് ആക്കിയിട്ട് അതിലെ ഒരു പാർട്ട്, ആൻഡ് Q by 4 എന്ന് പറഞ്ഞാൽ അഗെയിൻ Q എമൗണ്ട് 4 പാർട്ട് ആക്കിയിട്ട് അതിലെ ഒരു പാർട്ട്. സോ Q by 3 അല്ലേ വലുത്. സോ Q by 3 is greater than Q by 4. Okay, so that means A has higher specific heat capacity. So the correct option A, മെറ്റീരിയൽ A. സോ ഇത് ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം. അതായത് എമൗണ്ട് ഓഫ് ഹീറ്റ് Q കൊടുത്തപ്പോൾ മെറ്റീരിയൽ A 1 gram ഓഫ് മെറ്റീരിയൽ A 3 degree Celsius ഇൻക്രീസ് ചെയ്തു ആൻഡ് 1 gram ഓഫ് മെറ്റീരിയൽ B 4 degree Celsius ഇൻക്രീസ് ചെയ്തു. സോ നമുക്ക് 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ആണ് അറിയേണ്ടത് അല്ലേ. സോ എക്ക് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് നമുക്ക് എക്കും ബിക്കും കൊടുത്തത്, ബട്ട് എക്ക് അത് 3 degree Celsius മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് ബിക്ക് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് 4 degree Celsius ഇൻക്രീസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? എക്ക് ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി കൂട്ടാനും നമ്മൾ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കണം അല്ലേ. ബട്ട് കമ്പയർ ടു ബിക്ക് നമ്മൾ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ തന്നെ 3ക്ക് പകരം 4 degree Celsius ഇൻക്രീസ് ചെയ്യും. അതിന്റെ അർത്ഥം 1 degree Celsius ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര എമൗണ്ട് ഓഫ് ഹീറ്റിന്റെ ആവശ്യമില്ല കമ്പയർ ടു എ. സോ ദാറ്റ് മീൻസ് എ ഹാസ് ഹയർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് മെറ്റീരിയൽ എ ഹാസ് ഹയർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, and in question 31, 1 mole of ideal gas undergoes isothermal expansion to double its initial volume
at 100 degrees Celsius. In terms of universal gas constant R, the amount of work done on the gas is approximately. So ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് അറിയണം. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. ആൻഡ് ദ ഇക്വേഷൻ ഈസ് നമുക്കറിയാം W is equal to nRT ln of V2 by V1 അല്ലേ? സോ ഇവിടെ ഡയറക്റ്റ് നമുക്ക് തന്ന എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, R is equal to യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ദെൻ ടെമ്പറേച്ചർ T, ആൻഡ് ദെൻ ln V2 by V1. സോ V2 by V1 നമുക്ക് V ഫൈനൽ ബൈ V ഇനീഷ്യൽ എഴുതാം അല്ലേ? ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 1 മോൾ. സോ 1 ഇൻറ്റു ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 6 തന്നെയാണ് ഓപ്ഷനിലുള്ളത്. സോ 6 തന്നെ കൊടുക്കാം. ഇതിന്റെ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഓപ്ഷനിലെല്ലാം 6 തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഇൻറ്റു ln ഇൻറ്റു ഇനി ഫൈനൽ വോളിയം എത്രയാണ്? സോ ക്വസ്റ്റ്യനിൽ കാണാം ഐസോതെർമൽ എക്സ്പാൻഷൻ ടു ഡബിൾ ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം. സോ ഇനീഷ്യൽ വോളിയം നമ്മൾ VI എടുത്താൽ VF എന്താകും? ഫൈനൽ വോളിയം എന്താകും? ഡബിൾ ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം, അതായത് 2 ഇൻറ്റു VI അല്ലേ? സോ V ഫൈനൽ എത്രയാ? 2VI ആൻഡ് ഇനീഷ്യൽ വോളിയം VI. സോ ഇവിടെ നമുക്ക് ഈ വോളിയത്തിനെ രണ്ടും ക്യാൻസൽ ചെയ്യാം. സോ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? R ഇൻറ്റു ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഇൻറ്റു ടെമ്പറേച്ചർ കൂടെ ഉണ്ടല്ലേ അവിടെ. സോ ടെമ്പറേച്ചർ എത്ര? ക്വസ്റ്റ്യനിൽ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ വന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ നമ്മളിവിടെ ഡയറക്റ്റ് 100 എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ ഓപ്ഷൻ എന്ത് കിട്ടും? A എന്ന് കിട്ടും. ബട്ട് ഡയറക്റ്റ് ഇവിടെ 100 എന്ന് കൊടുക്കാൻ പറ്റില്ല. ഈ ഇക്വേഷനിൽ T എന്ന് പറഞ്ഞത് ടെമ്പറേച്ചർ ആണ്, ബട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്, ഡിഗ്രി സെൽഷ്യസ് അല്ല കേട്ടോ. സോ ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ കെൽവിൻ ആക്കി കൺവേർട്ട് ചെയ്യണം. സോ എങ്ങനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ളത് കെൽവിൻ ആക്കാം? ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 എന്ത് കിട്ടും നമുക്ക്? കെൽവിനിൽ ടെമ്പറേച്ചർ കിട്ടും. സോ ഇവിടെ 100 പ്ലസ് 273 ചെയ്താൽ ടോട്ടൽ 373 കെൽവിൻ എന്ന് കിട്ടും. ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻറ്റു ടെമ്പറേച്ചർ എന്ത് വരും? 373 എന്ന് വരും. ഇനി നമ്മൾ രണ്ട് വോളിയത്തിനെയും ക്യാൻസൽ ചെയ്തു. സോ R ഇൻറ്റു ln 2 ഇൻറ്റു 373. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ 100 ഇൻറ്റു ln ഇൻറ്റു R. സോ ഇൻകറക്റ്റ് ആണ്. ബട്ട് നമ്മൾ കെൽവിൽക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ 100 എന്ന് ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് ഈ ഒരു ആൻസർ ആയിരിക്കും കിട്ടോ. സോ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൽക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഓപ്ഷൻ ബി 273 ഇൻറ്റു, തെറ്റാണ്. ഓപ്ഷൻ സി 373 ഇൻറ്റു ln 2 ഇൻറ്റു R. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. Okay. Any question 32. A gas mixture at temperature T consists of 3 gas noted 1, 2, 3. If their molecular masses are related by M1 greater than M2 greater than M3, the RMS velocities are related by. So ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് കാണേണ്ടത് ഇതിന്റെ റിലേഷൻ എന്താണെന്നാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം അതിന് എന്ത് ചെയ്യുക? RMS വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. VRMS is equal to square root of 3RT by M. നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇവിടെ 3RT എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് അല്ലാത്ത ആകെ ഉള്ളത് മാസ് ആണ്. സോ ഇതിനെല്ലാം കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ VRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by സ്ക്വയർ റൂട്ട് ഓഫ് മാസ് എന്ന് എഴുതാം. ഓക്കെ, സോ ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം വെലോസിറ്റി, ദാറ്റ് ഈസ് VRMS വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ്. അതായത് മാസ് കൂടുമ്പോൾ VRMS കുറയും. സോ ഈ ഒരു സിമ്പിൾ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കാണാം. അതായത് മാസ് കൂടുമ്പോൾ VRMS കുറയും. സോ ഏറ്റവും ഹയർ മാസ് ഉള്ള M1 മാസ് ഏറ്റവും കുറവായിരിക്കും. ഓക്കെ, ആൻഡ് മാസ് ഏറ്റവും കുറവുള്ള M3 അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് റിലേഷൻ ആയതിനാൽ ഇത് കൂടുമ്പോൾ ഇത് കുറയും അല്ലേ? അതുപോലെ ഇത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? VRMS വെലോസിറ്റി കൂടണം. സോ M3 മാസ് കുറവാണ്, അതിന്റെ അർത്ഥം അതിന്റെ VRMS വെലോസിറ്റി ഷുഡ് ബി ഹയർ. ആൻഡ് M2 ഇൻ ബിറ്റ്വീൻ മാസ് ആണ്. M1 M3 ഇൻ ബിറ്റ്വീൻ മാസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ RMS വെലോസിറ്റിയും ഇൻ ബിറ്റ്വീൻ M1 ആൻഡ് M3 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് ദി ഇൻവേഴ്സ് റിലേഷൻ ഇൻ ബിറ്റ്വീൻ VRMS ആൻഡ് മാസ് ആയതിനാൽ നമുക്ക് V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3 എന്ന് കിട്ടി. ഇതിൽ കിട്ടാൻ കാരണം ഇവിടെ മാസ് കൂടുമ്പോൾ VRMS വെലോസിറ്റി കുറയും. സോ ഏറ്റവും മാസ് ഹയർ ഉള്ള M1 ആയിരിക്കും ഏറ്റവും ലോവർ വെലോസിറ്റി, ആൻഡ് ദെൻ M2 ഇൻ ബിറ്റ്വീൻ M1 ആൻഡ് M3 ആയിരിക്കും, ആൻഡ് M3 മാസ്
ഏറ്റവും കുറവായതിനാൽ അതിന് ഏറ്റവും ഹയർ VRMS ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇനി ഓപ്ഷനിലോട്ട് വരികയാണെങ്കിൽ V1 ലെസ് ദാൻ V2 ലെസ് ദാൻ V3 ഉള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. VRMS 1 ലെസ് ദാൻ VRMS 2 ലെസ് ദാൻ VRMS 3. സോ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി സോൾവ് ചെയ്യാം. സോ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.